എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഗ്രാമത്തിലേക്ക് ഓടി വരികയാണ്. വില്ലന്മാരുടെ എല്ലാവരുടെയും കഥ കഴിഞ്ഞു എന്ന് കരുതി ഇപ്പൊ കുട്ടപ്പനും ടീംസും ആവട്ടെ എടുത്തു ചാടി കുത്തി മറിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് അവിടേക്ക് വരിക. അപ്പൊ റുക്കുസൊക്കെ ആവട്ടെ എന്തോ കൊണ്ട് പേടിച്ച് ഇങ്ങോട്ട് വരില്ലേ എന്ന് കാറി അലറി ഇപ്പൊ കുട്ടപ്പനോടും ടീംസിനോടും വിളിച്ചു പറയും. അപ്പൊ പെട്ടെന്ന് കരാശി ആവട്ടെ റുക്കുസുക്കുവിന്റെ വാ അടച്ചു പിടിച്ച് മിണ്ടിയ നിന്നെ ഇവിടെ തന്നെ കൊന്നു കളയുന്നു പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് ഷോക്കായിട്ട് ഇപ്പൊ എല്ലാവരും കരാശിയെ നോക്കി നിൽക്കും. ഇവന്റെ മനസ്സ് മാറിയതല്ലേ, എന്നിട്ട് വീണ്ടും ഇവൻ നമ്മളെ ആക്രമിക്കാൻ നോക്കുകയാണോ? അതിന് കരാശി ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, തിരികെ ഗ്രാമത്തിൽ പോയി അവിടെ കുക്ക് ചെയ്ത് ജീവിക്കാൻ. ഞാൻ വീരനാണ്, പവർഫുൾ ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കുന്നു പറയും. ഇവിടെ കുട്ടപ്പനും ടീംസും ആവട്ടെ ഹാപ്പി ആയിട്ട് കാവടി തുള്ളി വരുമ്പോ വില്ലന്റെ ബാക്കി ശിങ്കിടികള് ഇപ്പൊ പാറപ്പുറത്ത് കയറി ഒരുപാട് പാറകള് നമ്മുടെ ആൾക്കാർക്ക് നേരെ തള്ളി താഴിക്കിടാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ പാറയ്ക്കകത്ത് പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തെറിച്ചു വീടാനായിട്ട് ആരംഭിക്കും. കരോഷിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം, യെസ് പിടിച്ചു നമ്മൾ അവരെ. പക്ഷെ നമ്മുടെ ആൾക്കാരെ ആ ഒരു പാറയുടെ ഇടയിൽ ഒന്നും തന്നെ ഇപ്പൊ അവര് കാണില്ല. അവരെവിടെ പോയെന്നും പറഞ്ഞ് ഇപ്പൊ പട്ടാളക്കാര് അവിടേക്ക് ഇവിടേക്ക് നോക്കുമ്പോ നമ്മുടെ ആൾക്കാരാവട്ടെ അവരുടെ നാല് ചുറ്റിലുമായിട്ട് ഇപ്പൊ കാഷ്വൽ ആയിട്ടിരിക്കും. പക്ഷെ അതൊന്നും കണ്ടിട്ട് നമ്മുടെ കുറോസക്കി ഫാമിലിക്കും കരാഷിക്കും ഇപ്പൊ യാതൊരു പേടി ഉണ്ടാവില്ല. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവരിപ്പോ ഓരോരുത്തരായിട്ട് തോളത്ത് കയറാനായിട്ട് ആരംഭിക്കും. വില്ലന്മാര് കയറി കയറി ഒരു വടി പോലെ നിന്ന് ചുറ്റും കത്തി വെച്ച് അവര് കറങ്ങാനായിട്ട് ആരംഭിക്കും. അവര് തീ പോലെ കറങ്ങി ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു മെഗാ ട്വിസ്റ്റ്. നമ്മുടെ നാലാൾക്കാരും ഇപ്പൊ മലയ്ക്ക് മേലെ ക്യാഷ്വലായിട്ട് നിൽക്കുകയാണ്. കുട്ടപ്പന്റെ ക്ലൗൺസിനെയാണ് അവര് ബുദ്ധിപൂർവ്വം വില്ലന്മാർക്ക് മുൻപിലേക്ക് ഇട്ടുകൊടുത്തത്. ഇപ്പൊ നമ്മുടെ നാലാൾക്കാരും അവിടേക്ക് ചാടി വീണ് ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. ആദ്യം ടെൻ ആ ഒരു റൊട്ടേഷൻ തകർക്കാൻ ശ്രമിക്കുമെങ്കിലും അവനെ കൊണ്ട് സാധിക്കില്ല. രണ്ടാമത് ലീയും അവിടേക്ക് വരുന്നത് കാണുമ്പോ അവരാവട്ടെ ആ ഒരു റൊട്ടേഷൻ നിർത്തി ഇപ്പൊ ഓരോരുത്തരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. നെജി അവന്റെ കൈ ചുരുട്ടി ആ ഒരു 60 ഡിഗ്രി സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അവരെ എല്ലാവരെയും കാത്തു നിൽക്കും. നെജി അവന്റെ പവർ എടുത്ത് ഇപ്പൊ എല്ലാവരുടെയും ചക്ര പോയിന്റ്സ് തന്നെ അട്ടിച്ച് നിരപ്പാക്കും. ഇവിടെ കുട്ടപ്പൻ അവൻ പറന്നു ചാടി ക്ലൗൺസിനെ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും അടിച്ച് തൊഴിക്കാൻ വരുമ്പോ നമ്മുടെ ബാക്കി 3 ആശാമാരും ഇപ്പൊ എല്ലാ വില്ലന്മാരെയും അടിച്ച് സൈഡാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുട്ടപ്പൻ പറയും, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ, എനിക്ക് അടിക്കാൻ ഒന്നിനെ പോലും കിട്ടിയില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ വില്ലന്മാരെ മുഴുവനായിട്ടും കെട്ടി ഒരു മൂലക്കിടും. കുട്ടപ്പൻ ചാടി വന്ന് ഇപ്പൊ കുറോസോക്കിനെ എടവും വലവും അട്ടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. നിന്നോട് എത്രയൊക്കെ പറഞ്ഞിട്ടും നീ വീണ്ടും ഇതന്നെ ചെയ്യാണോ? അതിന് കരാഷി പറയും, ഞാൻ കുറോസോക്കി ടീമിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താ അവര് തീർച്ചയായിട്ടും എന്നെ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് പുറത്തു കളയും. അത് കേട്ട് ഇപ്പൊ അവിടെയുള്ള ആൾക്കാരാവട്ടെ ചുറ്റുകയും ആണിയൊക്കെ വെച്ച് ഇപ്പൊ കരാഷിയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് നമ്മുടെ ലീക്ക് ഒരുപാട് വിഷമായി അവിടെയുള്ളവരുടെ കാലിൽ വീഴാൻ തുടങ്ങും. ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്, എന്നെ മാതൃകയാക്കിയാണ് അവൻ അറിയാതെ ഇങ്ങനൊരു തെറ്റിൽ ചെന്ന് വീണത്, ദയവ് ചെയ്ത് അവനെ അടിക്കരുത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാന്ന് പറയുമ്പോ അവരാവട്ടെ ഇപ്പൊ ലീനെ നോക്കി നിൽക്കും. ഇവനെ കൊണ്ട് ഒരുപാട് രുചികരമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുള്ള അത്തരത്തിലുള്ള ഫുഡ് പോലും ഇവനെ കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് അവനെ ഉപദ്രവിക്കരുത്. ഇനി യാതൊരു കാരണവശാലും അവന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റും ഉണ്ടാവില്ലെന്ന് ലീ ഉറപ്പ് കൊടുക്കും. ലീ കരാഷിയെ ഇപ്പൊ വലിച്ചു താഴെയിട്ട് അവരോട് മാപ്പ് ചോദിക്കാൻ പറയും. അതിനുശേഷം അവരെല്ലാവരും ആ ഒരു ചിന്നപ്പയ്യനെ കാണാൻ അവന്റെ റൂമിലേക്ക് പോകും. അവരെ കണ്ട് ആ ഒരു ചിന്നപ്പയ്യൻ അവൻ വീണ്ടും പറയും, എന്നെ കൊണ്ട് തനിച്ച് ജീവിക്കാൻ ആവില്ല, ദയവ് ചെയ്ത് എന്നെ കൊന്നു കളയണം. അതിന് ടെൻഷൻ പറയും, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ട് ഇവനെ ഇവിടെ തന്നെ വിട്ടിട്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പൊ റൺമർ പയ്യൻ അവന്റെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. അവൻ ഓർമ്മയുള്ളപ്പോൾ മുതല് അവൻ സ്വാധീനമില്ലാതെ ആ ഒരു കട്ടിലിൽ തന്നെയാണ് എപ്പോഴും കിടക്കുക. അവന്റെ അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മ പോലും അവനുണ്ടായിരുന്നില്ല. മാത്രമല്ല ഗ്രാമത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്താല് അത് മാത്രം കഴിച്ചാണ് അവൻ അത്രയും നാള് ജീവിച്ചു പോന്നിരുന്നത്. പക്ഷെ അവന് ആർക്കും അറിയാത്ത ഒരുപാട് സൂപ്പർ പവർ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം അവന്റെ പവർ വെച്ച് പുറത്തേക്ക് നോക്കുമ്പോ ഒരുപാട് പേര് അവിടെ കൃഷി ചെയ്യുന്നതായിട്ട് കാണും. അതിലൊരാളുടെ കാലില് കത്തി കൊണ്ട് ഇപ്പൊ നല്ല രീതിയിൽ പരുക്ക് പറ്റും. അത് കണ്ട് ആ ഒരു കുഞ്ഞിപ്പയ്യന് ഒരുപാട് വിഷമാവും. അടുത്ത ദിവസം അയാൾ ഫുഡ് കൊണ്ടുവരുമ്പോ നമ്മുടെ കുഞ്ഞിപ്പയ്യൻ ചോദിക്കും, ഇന്നലെ ഉണ്ടായ കാലിന്റെ മുറിവ് അതിപ്പോ കുറവുണ്ടോ? ഉടനെ അവൻ ഞെട്ടി എഴുന്നേക്കും.
നിനക്കെങ്ങനെ മനസ്സിലായി എന്റെ കാലിൽ അപകടം ഉണ്ടായത്? അതിന് കുഞ്ഞിപ്പയ്യൻ പറയും, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം കാണാൻ സാധിക്കും. അപ്പോഴാണ് അവന്റെ പവർ അവിടെയുള്ളവരെല്ലാവരും തന്നെ തിരിച്ചറിയുക. അയാള് പേടിച്ചു വരച്ച് ഇപ്പൊ പുറത്തേക്ക് ഓടും. ദിവസങ്ങൾ കഴിയുന്നതിനെ അവന്റെ പവർ കൂടി വരുംതോറും ആളുകൾക്ക് അവന്റെ അടുത്തു പോവാൻ പോലും ഒരുപാട് പേടിയായി തുടങ്ങി. അങ്ങനെ ജനങ്ങള് ഈ ഒരു ചിന്നപ്പയ്യൻ അവനൊരു മോൺസ്റ്റർ ആണെന്ന് കരുതി അവന്റെ അടുത്തേക്ക് പോവാതായി. അന്നു മുതല് അവൻ പട്ടിണിയിലും കഷ്ടപ്പാടിലും ഒരുപാട് ബുദ്ധിമുട്ടി. ആ സമയത്താണ് റെയ്ക്ക അവിടേക്ക് വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവന്റെ പവർ ഉപയോഗിച്ചാണ് റെയ്ക്ക ആ ഒരു 7 നിഞ്ച സ്ക്വാഡില് ഒരു മെമ്പറായി തീർന്നത്. അത് കേട്ട് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട്, നീ ചെയ്തതെല്ലാം വളരെയധികം തെറ്റാണ്. അവൻ നിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേരെ ഇപ്പൊ ഇല്ലാതാക്കി. അതിന് തീർച്ചയായിട്ടും നീയും ഉത്തരവാദി തന്നെയാണെന്ന് ഇവിടെ കുട്ടപ്പൻ പറയുമ്പോ അതിന് വീണ്ടും ആ കുഞ്ഞിപ്പയ്യൻ പറയും, അതെ, നീ പറഞ്ഞത് അത് 100% ശരിയാണ്. അവനും ഞാനും അത്രയും നല്ല ബന്ധത്തിലാണ് ജീവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അവനു വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവൻ എന്നെ ഉപയോഗിക്കുകയായിരുന്നു, ഒരു ഉപകരണം പോലെ. അപ്പൊ കുട്ടപ്പൻ പറയും, നിന്നെപ്പോലെ ഞാനും ഒരു അനാഥനാണ്. ഒറ്റയ്ക്കാണ് ഇത്രയും കാലവും ഞാനും ജീവിച്ചു വന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചും നല്ലത് ചെയ്തും ഒരർത്ഥം കണ്ടെത്തണം. സോ അതുവരെ തീർച്ചയായിട്ടും നിന്റെ കൈയും കാലുമായിട്ട് നിന്നോടൊപ്പം ഞാനുണ്ടാവും. നിനക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവനെ തോളത്തേക്ക് തൂക്കിയെടുക്കും. അത് കണ്ട് ചിന്നപ്പയ്യൻ കുട്ടപ്പനോട് ചെറിയൊരു ഹെൽപ്പ് ചോദിക്കും. കട്ട് ചെയ്താ ഇവിടെ ഇപ്പോഴും റെയ്ക്കയുടെ കൈ ആ ഒരു പാറയ്ക്ക് മേലെ ഉയർന്ന് തന്നെ നിൽക്കുകയാണ്. നെജി ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ച് അത് ചെക്ക് ചെയ്യുമ്പോൾ റെയ്ക്കയുടെ ബോഡിക്ക് അതിനിപ്പോ ജീവനില്ലാന്ന് എല്ലാവരോടും പറയും. പക്ഷെ റെൺമുറു അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ കൈകൾ ചെക്ക് ചെയ്യും. എന്നിട്ട് പതി അവൻ ചിരിക്കും. എന്തുപറ്റി, എന്താണെന്ന് ചുറ്റുമുള്ളവർ ചോദിക്കുമ്പോൾ അവനാവട്ടെ ഒന്നുമില്ല എന്ന് മറുപടി പറയും. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഹാപ്പിയായി ചിന്നപ്പയ്യനെ തൂക്കിയെടുത്ത് അമ്മച്ചിയുടെ കടയിലേക്ക് ഓടി അങ്ങോട്ട് വരും. കരാശി പയ്യനെയും ബാക്കിയുള്ളവരെയും കാണുമ്പോൾ തന്നെ ഇപ്പൊ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷവും. കരാശി ഓടി വന്ന് അമ്മയുടെ കാലിൽ വീണ്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, പഴയതുപോലെ വീണ്ടും ആഹാരം ഉണ്ടാക്കി ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറയുമ്പോൾ അമ്മയാവട്ടെ അവന്റെ നേർക്ക് ഫുഡ് നീട്ടി ക്യാഷ്വലായിട്ട് അവനോട് ആദ്യം ആഹാരം കഴിക്കാൻ പറയും. ഫുഡ് കണ്ട സന്തോഷത്തില് ഇപ്പൊ കരാശി ആവട്ടെ മാക്കുന്ന് അത് തിന്നാൻ തുടങ്ങും. ഫുഡിലെ എരിവ് കാരണം അവന്റെ കണ്ണ് തള്ളി തള്ളി വരും. കിളവി ഈ സമയത്ത് പോലും ഇമാതിരി ഫുഡാണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൻ ഒരു നിമിഷം ചിന്തിക്കും. ഇവിടെ ചിന്നപ്പയ്യനാവട്ടെ അവൻ ഫുഡ് കഴിക്കാതെ വളരെ ശോകമായിട്ട് അവിടെ നോക്കിയിരിക്കും. അതിന് കുട്ടപ്പൻ ചോദിക്കും, നിനക്ക് എന്തു പറ്റി, എന്താ ഫുഡ് കഴിക്കാത്തത്? ഓക്കെ, കുഴപ്പമില്ല, നിനക്ക് സബൂസയെ കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ചിന്നപ്പയ്യൻ പറയും, എനിക്ക് സബൂസയെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ കിസമയെ കുറിച്ച് അറിയാം. എന്തറിയാം, അവനിപ്പോ എവിടെയുള്ളത്, എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ജസ്റ്റ് എനിക്കറിയാം എന്ന് മാത്രം ആ ചിന്നപ്പയ്യൻ ഇപ്പൊ മറുപടി പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് വന്ന് കുട്ടപ്പനോടും ബാക്കിയുള്ള ടീംസിനോടും താങ്ക്സ് പറയും. താങ്ക് യു, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും ജീവിതവും എല്ലാം തന്നെ തിരികെ കിട്ടിയത്. ഇതൊക്കെ കേട്ട് സുഖിച്ച് നമ്മുടെ കുട്ടപ്പൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ലീ ആവട്ടെ കരാഷിക്ക് ഇപ്പൊ മാസ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ മാരത്തോൺ ഓടുമ്പോൾ പെട്ടെന്ന് തന്നെ ടയർഡായി താഴെ വീഴാണ്. ലീ അവന്റെ കൈ പിടിച്ച് ഇപ്പൊ പുഷപ്പ് എടുക്കാൻ പറയും. അവനാവട്ടെ 2 പുഷപ്പ് എടുക്കുമ്പോഴേക്കും വീണ്ടും ടയർഡായി താഴെ പോവും. ആ സമയത്ത് മേഘമെല്ലാം ഇരുണ്ടുകൂടി ഇടിവെട്ടി കാലാവസ്ഥ ആകമാനം ഇപ്പൊ മാറി മറിയാൻ തുടങ്ങും. അത് കണ്ട് കുട്ടപ്പനും നെജിയും അമ്മയുടെ കടയ്ക്ക് ചുറ്റുമുള്ള എല്ലാ മരങ്ങളും ഇപ്പൊ മുറിച്ചു മാറ്റും. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് പറയും, കരോഷിക്ക് ഇത്തരത്തിലുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, എപ്പോഴും വെറുതെ ഇരിക്കൽ തന്നെയാണ് അവന്റെ പണി എന്ന് പറയുമ്പോൾ ഇപ്പൊ ടെൻറ്റനാവട്ടെ കരാഷി അന്വേഷിച്ച് കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കരാഷിയെയും ആ ഒരു ചിന്ന പയ്യനെയും കാണാനുണ്ടാവില്ല. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് കാട്ടിലൂടെ കരാഷി ആവട്ടെ ആ ഒരു ചിന്ന പയ്യനെ തോളിലെടുത്ത് റെയ്ക്കയെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചിന്ന പയ്യൻ അവൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ റെയ്ക്ക അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അവന് പിടികിട്ടിയിരുന്നു. ഇവിടെ റൺമുറു പയ്യൻ അവൻ റേക്കയെ കാണുമ്പോൾ തന്നെ ഇപ്പൊ താഴേക്ക് ചാടി വീണ് എഴഞ്ഞഴിഞ്ഞ് അവന്റെ തൊട്ടടുത്തെത്തും. റൺമുറു പയ്യൻ റേക്കയുടെ കൈ പിടിച്ച്, എന്റെ ജീവൻ കൊടുത്തും നിന്നെ ഞാൻ രക്ഷിക്കും. പക്ഷെ എന്താ, ആ ഒരു ചിന്ന പയ്യൻ അവൻ അവിടെ തന്നെ മരിച്ചു പോവും. ഇടിവെട്ടി കാർമേഘം ഇരുണ്ടു കൂടുമ്പോ ഇവിടെ റേക്ക ആവട്ടെ ആ പാറകളെല്ലാം തന്നെ തല്ലി തകർത്ത് അലറിക്കൊണ്ട് പുറത്തു വരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനം.